ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഹരി ഓം. എല്ലാവർക്കും നമോവാക്കം. ആത്മോപദേശ ശതകം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വളരെ ശ്രദ്ധേയമായ, ആചാര്യന്മാരുടെ ദൃഷ്ടിയിൽ കേരള ഭഗവത്ഗീത എന്ന മട്ടിൽ സമാദരിക്കപ്പെട്ടിട്ടുള്ള കൃതിയുടെ പഠനം, അതാണ് ഈ കൂട്ടായ്മയിൽ നിർവഹിക്കപ്പെട്ടു പോരുന്നത് എന്ന് സ്വാമി മനസ്സിലാക്കുന്നു. ആത്മോപദേശ ശതകത്തിൻ്റെ 99-ാമത്തെ ശ്ലോകം, ലാസ്റ്റ് ബട്ട് വൺ, അതിൻ്റെ വിചാരമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടണം എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനകം മറ്റ് ശ്ലോകങ്ങൾ പരിചയപ്പെട്ട നിലയ്ക്ക് സ്വാഭാവികമായിട്ടും 99-ാമത്തെ ശ്ലോകം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശ്ലോകം കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉപസംഹാര ഭാഗമാണ്. സമഗ്രമായ ചിന്താ പദ്ധതി അത് ഉപസംഹരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണല്ലോ ക്രമം അനുസരിക്കപ്പെടുന്നത്. അനവധി പ്രഭാഷകരിൽ നിന്ന് ആത്മോപദേശ ശതകത്തിൻ്റെ വ്യാഖ്യാനം ശ്രവിച്ച പഠിതാക്കളെ ഈ സമയത്ത് ഹൃദയംഗമമായി അഭിനന്ദിക്കട്ടെ. ഔപനിഷദികമായ ഒരു ആഹ്വാനം, ഉപനിഷത്ത് ചെയ്യുന്ന ആഹ്വാനം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നുള്ളതാണ്. എഴുന്നേൽക്കൂ, ഉണരൂ, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ പ്രാപിച്ച് നിബോധത, അറിയേണ്ടത് അന്വേഷിച്ചറിഞ്ഞാലും ഈ ഒരു ആഹ്വാനത്തിനനുസരിച്ച് എഴുന്നേൽക്കാനും ഉണരാനും ഒക്കെ തീരുമാനിക്കുമ്പോൾ ആചാര്യന്മാർക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത്? ജന്മസാഫല്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, മുഖ്യമായ ഒരു നിർദ്ദേശമുള്ളത് ആത്മാവാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിദിധ്യാസിതവ്യഃ
എന്നതാകുന്നു. ആത്മാവിനെ കുറിച്ചാണ് കാണേണ്ടത്, കേൾക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, മനനം ചെയ്യേണ്ടത്, ധ്യാനിക്കേണ്ടത്. എന്തുകൊണ്ട്? ആത്മാ തരതി ശോകം ആത്മവിത്ത്. ആത്മതത്വത്തെ അറിയുന്ന ആൾ എല്ലാ ശോകങ്ങളെയും ദുഃഖങ്ങളെയും താപത്രയങ്ങളെയും തരണം ചെയ്യുന്നു. അതുകൊണ്ട് ആത്മാവിനെ തന്നെ കാണുകയും കേൾക്കുകയും മനനം ചെയ്യുകയും നിധിധ്യാസനം ചെയ്യുകയും ഒക്കെ വേണം. ആത്മ ഉപദേശ ശതകത്തിൽ പ്രമേയം ആത്മാവാകുന്നു. ആരംഭിച്ചത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം എന്നാണ്. ആത്മാ ശബ്ദത്തിൻ്റെ അർത്ഥമായി പ്രമേയത്തെ ഗ്രന്ഥത്തിൽ പ്രതിപാദിതമായിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ വിഷയത്തെ തുടക്കത്തിലെ പ്രതിപാദിക്കുന്ന ഒരു ചിട്ട അനുസരിച്ച് അറിവ് എന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അറിവ് ആത്മാവാകുന്നു, ആത്മാവ് അറിവാകുന്നു. ഉപസംഹാര ഭാഗത്തും ജ്ഞാനസ്വരൂപിയായ ജ്ഞപ്തിസ്വരൂപിയായ ആത്മാവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ 99-ാമത്തെ ശ്ലോകം അറിവഹമെന്നതു രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവൻ അന്യനുണ്ടുവാദം അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിവിനെയിങ്ങറിവാൻ ആരുമില്ല. അറിവഹമെന്നതു രണ്ടുമേകമാം ആവരണമൊഴിഞ്ഞവന് അന്യനുണ്ടുവാദം അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിവിനെയിങ്ങറിവാനാരുമില്ല. സ്വരൂപലക്ഷണമെന്നും തടസ്ഥലക്ഷണമെന്നും രണ്ട് പ്രകാരത്തിൽ അറിയിക്കേണ്ടുന്നതിനെ അറിയിക്കുന്ന സമ്പ്രദായം ശാസ്ത്രം അനുശാസിക്കുന്നു, അനുസരിക്കുന്നു. ആത്മാവ് പ്രമേയമാവുമ്പോൾ ആത്മാവാണ് അറിയപ്പെടേണ്ടത് എന്ന് വരുമ്പോൾ ആത്മാവിൻ്റെ തടസ്ഥലക്ഷണം ആത്മാവ് അല്ലാത്ത പലതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതല്ല ആത്മാവ് എന്ന് ആത്മാവിലേക്ക് വിരൽ ചൂണ്ടുന്ന സമ്പ്രദായം തടസ്ഥലക്ഷണ വിധം. അപ്രകാരം ആത്മാവിനെ അറിയിക്കുക, അതൊരു രീതിയാണ്. മറ്റൊരു രീതി സ്വരൂപലക്ഷണത്തെ പ്രതിപാദിക്കുക എന്നുള്ളതാണ്. സ്വരൂപലക്ഷണം, ആത്മാവിൻ്റെ സ്വരൂപലക്ഷണം എന്താണ്? സച്ചിദാനന്ദ സ്വരൂപ. ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാകുന്നു. അവിടെ ആചാര്യന്മാര് സത്ത് തന്നെയാണ് ആത്മാവ്, ചിത്ത് തന്നെയാണ് ആത്മാവ്, ആനന്ദം തന്നെയാണ് ആത്മാവ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കും. ആത്മാവിൻ്റെ ഗുണമാണ്, ധർമ്മമാണ് സച്ചിദാനന്ദം എന്നിങ്ങനെയൊന്നും പറയാൻ ന്യായമില്ല. അത്തരത്തിലുള്ള സംബന്ധങ്ങളൊന്നും കൽപ്പിച്ചുകൂടാ. അദ്വൈത തത്വത്തിൽ ഒരു പ്രകാരത്തിലുള്ള ഗുണഗുണീബന്ധം മുതലായിട്ടുള്ള ബന്ധങ്ങളും കൽപ്പനകളൊന്നും സംഭവ്യം അല്ലല്ലോ. ഈ വിഷയം ആചാര്യന്മാർ വ്യാഖ്യാനത്തിൽ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കും. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം, ആനന്ദം തന്നെയാണ് ആത്മാ, ആത്മാ തന്നെയാണ് ചിത്ത്, സത്ത് തന്നെയാണ് ആത്മാ. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും അദ്വൈത ഭാവത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മോപദേശ ശതകം അവസാനിക്കാൻ പോകുന്നു. ആ സമയത്ത് ചിത്രൂപിയായ
ആത്മാവിനെ, അറിവെന്നത് ആത്മാവിൽ നിന്ന് വേറിട്ടതല്ല എന്ന നിലയിൽ പറഞ്ഞ വസ്തുത തന്നെയാണ്. ഇതിനു മുമ്പും അറിവിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ തുടക്കത്തിൽ 4-ാം ശ്ലോകത്തിൽ തന്നെ അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാന്തൻ അറിവുമൊരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങുമഹത്താം അറിവിലമർന്നതു മാത്രമായിടേണം എന്ന് ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അറിവ്, അറിഞ്ഞിടുന്ന അർത്ഥം, പുമാൻ തന്നെ അറിവ്, ഇതൊക്കെ വാസ്തവത്തിൽ ഭേദമുള്ളതല്ല. എല്ലാറ്റിനും ആധാരമായിട്ടുള്ളത് മഹത്തായ അറിവാണ്. ആ സംവിത് സാഗരത്തിലെ തിരമാലകളാണ് ബാക്കിയെല്ലാം. അപ്രകാരത്തിൽ അവിടെയൊക്കെ പഠിക്കപ്പെട്ടിട്ടുണ്ട്. അത് പഠിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്നുപനിഷദുക്തി രഹസ്യമോർത്തിടേണം എന്ന ശ്ലോകത്തിലും ത്രിപുടിരഹിതമായ അറിയണ ആള്, അറിയണ വസ്തു, അത് തമ്മിലുള്ള ബന്ധം എന്ന 3-fold ആസ്പെക്ട് ഓഫ് നോളജ്, അറിവിൻ്റെ 3 ദളങ്ങൾ, ഇത് നിഷേധിച്ചുകൊണ്ട് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് 5-ാമത്തെ ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉണർത്തിച്ചിട്ടുണ്ട്. അറിവിൻ്റെ മറ്റു വിചാരങ്ങളും ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻ പുലികയുമില്ലതു കണ്ടുപോയിടേണം എന്ന ശ്ലോകങ്ങളിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അറിവിനെ അപരയെന്നും പരയെന്നും തരംതിരിക്കാം എന്നുള്ളത് ഔപനിഷദിക രീതിയാണ്. നാരായണ ഗുരുദേവൻ മറ്റൊരിടത്ത് സമ എന്നും അന്യ എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്യ അപരാവിദ്യ, സമ പരാവിദ്യ, അപ്രകാരവും. അവിടെ അപരയ്ക്ക് അധീനമായ അവസ്ഥ, അത് ത്രിപുടിയുക്തമാണ്. ദേശകാല കൽപ്പനകൾക്കൊക്കെ പ്രസക്തിയുണ്ട്. അവിടെ സമയം ധാരാളമായിട്ട് അനുഭവപ്പെടുന്നു. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാലരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ഇങ്ങനെ കാലകൽപ്പന. അവിടെ സങ്കീർണതകൾക്കൊക്കെ ന്യായമുണ്ട്. പക്ഷേ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരല്പനേരം. പരയുടെ പാല്, പരാജ്ഞാനം, ത്രിപുടിരഹിതമായ ആത്മാവബോധം നേടിയെടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ സഹസ്രാബ്ദങ്ങൾ പോലും കേവലം ഒരു നിമിഷം പോലെ അനുഭവപ്പെടും. അങ്ങനെയുള്ള പരമാനന്ദം, അതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബ്രഹ്മവിദാപ്നോതി പരം. തൈത്തരീയോപനിഷത്തിലെ ബ്രഹ്മത്തെ അറിയുന്നവൻ പരത്തെ പ്രാപിക്കുമെന്നും, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അത് സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ് എന്നും പരമാനന്ദമാണ് എന്നൊക്കെ തുടർന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആത്മാവിനെ സംബന്ധിച്ച് ത്രിപുടിരഹിതമായ ജ്ഞാനമാണ് എന്ന് അറിയണം. ഇതാണ് 99-ാമത്തെ ശ്ലോകത്തിൽ ചിദ്രൂപിയായ ആത്മാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അറിയിക്കുന്നത്. അറിവ്, അഹം എന്നത്, അറിവും അഹവും ഇത് രണ്ടും ഏകമാം എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ് അഹം, അഹം തന്നെയാണ് അറിവ്, അറിവ് തന്നെയാണ് ആത്മാ. ഇങ്ങനെ നിരന്തരം മനനം ചെയ്ത് ഉറപ്പിക്കണം. ആവരണമൊഴിഞ്ഞവന്, അറിവില്ലായ്മയുടെ ആവരണം, വിക്ഷേപങ്ങളിൽ ഭ്രമിച്ചു പോകുന്ന ദോഷം. മായാശക്തിക്ക് 2
പ്രഭാവങ്ങളാണുള്ളത്. ആവരണശക്തി, വിക്ഷേപശക്തി. സത്യത്തെ മറച്ചു വെക്കുന്നത് ആവരണ വൈഭവം കൊണ്ടാണ്. മറയ്ക്കപ്പെട്ട സത്യത്തെ മറ്റു പലതുമായി അറിഞ്ഞു പോകുന്നത് മായയുടെ വിക്ഷേപ പ്രഭാവം കൊണ്ടാണ്. ഇത് രണ്ടും അതിക്രമിക്കണം. അങ്ങനെ ആവരണ വിക്ഷേപ ശക്തികളെ അതിക്രമിച്ചവരെ സംബന്ധിച്ചിടത്തോളം മിസ്അപ്രിഹെൻഷനും ഇല്ല, നോൺ അപ്രിഹെൻഷൻ ഓഫ് ദി റിയാലിറ്റിയും ഇല്ല. അത് സാധിച്ചവർക്ക് ആവരണമൊഴിഞ്ഞവന് അറിവ്, അഹം എന്നത് രണ്ടും ഏകമാം. പ്രായോഗിക തലത്തിൽ അറിവ്, അഹം എന്നൊക്കെ പറയുമെങ്കിലും വ്യവഹാരത്തിലുണ്ടെങ്കിലും വാസ്തവത്തിൽ രണ്ടും സാക്ഷാത്കരിച്ച ആത്മസാക്ഷാത്കാരം നേടിയ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, മാൻ ഓഫ് വിസ്ഡം, അറിവിൽ ഉറച്ച തത്വനിഷ്ഠ നേടിയ ആളെ സംബന്ധിച്ചിടത്തോളം അറിവ് തന്നെയാണ് അഹം, അഹം തന്നെയാണ് അറിവ്. ഈ നിലയിലുള്ള ഒരു വിചാരം എന്തിനു ചെയ്യണം, ആ കാര്യം വിശദമാക്കുന്നുണ്ട്. അതിനു മുമ്പ് അന്യനുണ്ട് വാദം, സൃഷ്ടിയെ സംബന്ധിച്ച്, സാക്ഷാത്കാരത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിൻ്റെ വിധാനങ്ങളെ സംബന്ധിച്ച്, തത്വ വിഷയകമായ വിശകലനത്തെ സംബന്ധിച്ചൊക്കെ ഒട്ടനവധി ചിന്താ പദ്ധതികൾ ഇവിടെ നിലവിലുണ്ട്. ഇവിടെ പലരും പലതരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം അനവധി പദാർത്ഥ ജാലങ്ങൾക്ക് കാരണമായി അനവധി അണുക്കളുണ്ട്. ആ അണു ആകട്ടെ സത്യമാകുന്നു. അങ്ങനെ അനവധി സത്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ തത്വ വിശകലനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നിഷേധിച്ച് അദ്വൈത ചിന്തയെ, അതാണ് വാസ്തവം, അതറിയുന്നത് കൊണ്ട് മാത്രമേ ജന്മസാഫല്യം ഉണ്ടാവുള്ളൂ എന്നതുകൊണ്ട് അഹേതുക ദയാസിന്ധു ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ ഉറപ്പിച്ചു തരികയാണ്. അന്യനുണ്ട് വാദം. മറ്റുള്ളവർക്ക് ഈ വിഷയത്തിൽ വാദം ഉണ്ടാവും. അറിയുന്ന ആൾ വേറെ, അയാൾ നേടുന്ന അറിവ് വേറെ എന്നിങ്ങനെയുള്ള വാദങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവും. പലതരത്തിലുള്ള തത്വചിന്താ പദ്ധതികളൊക്കെ ഇവിടെ വിചാരം ചെയ്യപ്പെടാവുന്നതാണ്. അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നാൽ അങ്ങനെ ഒരു കണ്ടീഷൻ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? സാങ്കേതികമായ വിശകലനത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. ഇവിടെ നാരായണ ഗുരുദേവൻ വളരെ ലളിതമായി ചൂണ്ടിക്കാണിച്ച പാഠത്തെ നമുക്ക് ആലോചിച്ചുറപ്പിക്കാം. അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നാൽ അറിവൊന്ന് വേറെ, അഹമൊന്ന് വേറെ, ആത്മാവൊന്ന് വേറെ, ആത്മാവിൻ്റെ അറിവ് അറിയപ്പെട്ടത് അന്യം എന്നിങ്ങനെയൊക്കെ വന്നാൽ അറിവിനെയും അറിവാനാരുമില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, അറിയുന്ന ആളിൽ നിന്ന് വേറിട്ടതാണ് അറിവ് എന്ന് വന്നാൽ, അറിയുന്ന ആള് സത്താണെങ്കിൽ അതിൽ നിന്ന് വേറിട്ട അറിവ്, അതിന് സത്യത്വം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതില്ല എന്ന് വരുന്നു. അറിയുന്ന ആളാണ് ഉണ്മയെങ്കിൽ അതിൽ നിന്ന് വേറിട്ട ഒന്നിന് അസ്തിത്വമില്ലാത്തതുകൊണ്ട് അറിവില്ല എന്ന് വരും. മാത്രവുമല്ല, അറിയുന്ന ആൾക്ക് അറിയാൻ കഴിയില്ല എന്ന് വരും. ഇങ്ങനെ കുറേ സാങ്കേതിക തടസ്സങ്ങളുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ശരിയായ വസ്തുബോധം എങ്ങനെ നേടണം എന്ന് അറിയിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ. പറയണു, അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിയാനാരുമില്ല. അറിവിനെ വിട്ട് അഹം വേറെയാണെന്ന് വന്നാൽ അറിവ് നേടാൻ ആരുമില്ല എന്ന് വരും. ഈ സാങ്കേതിക വസ്തുതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് നാം ധ്യാനിച്ചുറപ്പിക്കേണ്ട കാര്യം എന്താണ്? ഉത്തരം, ആത്മാ അറിവാകുന്നു, ചിദ്രൂപിയാകുന്നു. ചിത്തും ആത്മാവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ല.
അഭേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാ എന്ന് പറയുന്നതിന് പകരം അറിവ് എന്ന് പറഞ്ഞാലും മതി. നമ്മുടെ ഇപ്പോഴുള്ള അറിവിൽ ത്രിപുടിയുണ്ട്. അറിയുന്ന ആള്, അറിയപ്പെട്ട പദാർത്ഥജാലം, അറിയാനുള്ള പദാർത്ഥജാലം, അത് തമ്മിലുള്ള ബന്ധം, അറിവ് എന്ന 3 ദളങ്ങൾ അറിവിനെ സംബന്ധിച്ച് ഉണ്ട്. ഈ ത്രിപുടിയെ അതിക്രമിക്കുന്നിടത്താണ് സാക്ഷാത്കാരം സംഭാവ്യം ആവുക. അത് ലക്ഷ്യമിട്ട് വേണം മനനം ചെയ്യാൻ, വിചാരം ചെയ്യാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ മറ്റൊരു അതിസുന്ദരമായ കൃതിയാണ് ജനനീ നവരത്ന മഞ്ജരി സ്തോത്രം. ജനനീ നവരത്ന മഞ്ജരി സ്തോത്രത്തിൽ അറിവിനെ സംബന്ധിച്ച 2 പാഠങ്ങൾ. ഒന്ന്, ത്രിപുടിയുക്തമായ അറിവിൻ്റെ സ്വാധീനത്തിലിരിക്കുന്നവരുടെ അവസ്ഥ. 2, ത്രിപുടിക്ക് അതീതമായ അറിവിൻ്റെ നിഷ്ഠ നേടിയ സൂര്യയുടെ സുകൃതിയുടെ ലക്ഷണം. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശ്ലോകം ജനനീ നവരത്ന മഞ്ജരി സ്തോത്രത്തിലുണ്ട്. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുപുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യ സുകൃതി. അറിവിൻ്റെ സ്വാധീനം ജ്ഞാനനിഷ്ഠനിലെങ്ങനെ, ലൗകികനിൽ, സംസാരിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? ആദ്യം സംസാരിയുടെ കാര്യമാണ് പറയുന്നത്. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസ്സിൽ മറയും. ഓരോരോ ജ്ഞാനഖണ്ഡം, അഖണ്ഡമായ ജ്ഞാനാനുഗ്രഹം ലഭിച്ചിട്ടില്ലാത്ത ത്രിപുടിയുക്തമായ അറിവിൽ അലയുന്ന സംസാരിയെ സംബന്ധിച്ച് ഖണ്ഡജ്ഞാനം, അറിവ്, ഉണ്ടായി മാറും അറിവ്, ഖണ്ഡിതമായി ഇങ്ങനെ അറിവ് വന്നു പോകുന്നു. അതിനനുസരിച്ച് അവയവങ്ങളും അന്ധക്കരണവുമൊക്കെ സ്പന്ദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അപകടം. അതിനനുസരിച്ച് വിവിധ അനുഭവങ്ങളുടെ കല്ലോലങ്ങളിൽ പെട്ട് നാം അലയുന്നു, സങ്കടപ്പെടാൻ ഇടവരുന്നു. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുപുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യ സുകൃതി. പണ്ഡിത വരേണ്യനായ ആത്മജ്ഞാനിയായ ഒരു വ്യക്തിയുടെ കാര്യത്തിലാവട്ടെ ഈ വൈവിധ്യ ദർശനത്തിൻ്റെ സങ്കടങ്ങളൊന്നും ബാധിക്കുന്നില്ല. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും. ത്രിപുടിയുക്ത ജ്ഞാനത്തെ അതിക്രമിച്ച തത്വജ്ഞാനിയെ, ആത്മജ്ഞാനിയെ, ആത്മാവ് തന്നെ ജ്ഞാനം, ജ്ഞാനം തന്നെ ആത്മാവ്. ആചാര്യസ്വാമികൾ ഇവിടെയുള്ള സാങ്കേതിക പ്രയാസത്തെ അതിക്രമിക്കാൻ വേണ്ടി തൈത്തരീയ ഉപനിഷത് ഭാഷ്യത്തിൽ ജ്ഞാനം എന്ന ശബ്ദത്തെ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന ഉപനിഷത് വാക്യത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പരിമിതികളെ അതിക്രമിക്കാൻ വേണ്ടി ജ്ഞപ്തി എന്നൊരു പദപ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. ജ്ഞപ്തി എന്നുള്ളത് ത്രിപുടി രഹിത ജ്ഞാനനിഷ്ഠ അവസ്ഥയാണ് ജ്ഞപ്തി. ആ ഒരു ജ്ഞപ്തി സാക്ഷാത്കരിച്ചിട്ടുള്ള വ്യക്തിക്ക് കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും. അവര് എപ്പോഴും അഖണ്ഡമായ ആത്മാനന്ദാനുഭൂതിയിൽ അഭിരമിക്കുന്നു. തണ്ടാരിൽ വീണു മധുപുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യ സുകൃതി. സൂര്യയാണ്, പണ്ഡിതനാണ്, സുകൃതിയാണ്, കർമ്മങ്ങളുടെ
കാരണത്തെ അതിക്രമിച്ചവരാണ്. കർമ്മകാരണം കാമമാകുന്നു, കാമകാരണം അജ്ഞാനമാകുന്നു. അപ്പൊ അറിവില്ലായ്മയെ ജയിച്ച്, കാമങ്ങളെ ജയിച്ച് കൃതകൃത്യനായ വ്യക്തി, ആ വ്യക്തി ലോകസംഗ്രഹാർത്ഥം ലോകത്തിൽ വ്യവഹരിക്കുമ്പോഴും ഭഗവാൻ പറഞ്ഞതുപോലെ നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഒന്നും നേടാനും സാക്ഷാത്കരിക്കാനും ഒന്നുമില്ല, അറിയാനും ഇല്ല. അങ്ങനെയുള്ള ഭഗവാൻ പക്ഷേ നിരന്തരം കർമ്മ മധ്യത്തിൽ തന്നെ വർത്തിക്കുന്നു ലോകസംഗ്രഹാർത്ഥം. അപ്രകാരം ഈ ജ്ഞാനി, അഖണ്ഡാനുഭൂതിയിൽ അഭിരമിക്കുന്ന ജ്ഞാനി വ്യവഹരിക്കുമ്പോഴും അവിടെ അവരുടെ അനുഭവത്തെക്കുറിച്ച് നമ്മുടെ തലത്തിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും? എപ്രകാരമാണോ ഒരു വണ്ട് വിടർന്ന താമരയിൽ നിന്ന് തേൻ നുകർന്ന് അഭിരമിക്കുന്നത്, അതുപോലെയാണ് സകല അനുഭവങ്ങളിലും അദ്വൈത മകരന്തം, അദ്വൈത തേൻ നുകർന്ന് ഈ ഒരു ജ്ഞാനി ആസ്വദിച്ച് വർത്തിക്കുന്നു. പരയുടെ പാല് നുകർന്ന് ഭാഗ്യവാനായി എത്രയോ ആയിരത്താണ്ടുകൾ ആനന്ദമായിട്ട് വർത്തിക്കുന്നു. പ്രാരബ്ധമനുസരിച്ച് ശരീരം കൊഴിഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഘടാകാശം ആകാശത്തിൽ വിലയിക്കും പോലെ ആ ജ്ഞാനി വിലീനനാവുന്നു. അങ്ങനെ ഒരു അനുഭൂതി വിശേഷത്തെക്കുറിച്ചാണ് 99-ാം ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെക്കുന്നത്. ഭഗവാൻ രമണ മഹർഷിയും ഈ ഒരു ജ്ഞാന വിഷയകമായ ക്ലാരിറ്റി അത് പകർന്നു തരുന്നതിന് വേണ്ടി ഉപദേശസാരത്തിൽ ഒരു ശ്ലോകം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ശ്ലോകാർത്ഥവും സാമാന്യേന പരിചയപ്പെടുത്തട്ടെ. കാരണം ഒരു ശ്ലോകത്തിൻ്റെ മനനം എന്ന് പറയുമ്പോൾ സമാന ആശയങ്ങളെ ഓർമ്മ വരുന്നതിനനുസരിച്ച് അതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോവുക, അതാണ് സാർത്ഥകമായ മനനം. അത് സംഭവിക്കട്ടെ. ഉപദേശസാരത്തിൽ ഭഗവാൻ രമണ മഹർഷി പാടിയിരിക്കുന്നു: ജ്ഞാനവർജിതാജ്ഞാനഹീനചിത് ജ്ഞാനമസ്തി കിം ജ്ഞാതുമന്തരം കിം സ്വരൂപമേത്യാത്മദർശനേ അവ്യയാഭവ ആപൂർണചിത്സുഖം. ജ്ഞാനവർജിത തത്വജ്ഞാനിയുടെ ഒരവസ്ഥയെ വർണ്ണിക്കാൻ ഉദ്യമിക്കുമ്പോൾ അത് ജ്ഞാനവർജിതമാകുന്നു. ജ്ഞാനവർജിതമാകുന്നു എന്ന് പറഞ്ഞാൽ ത്രിപുടിയുക്ത ജ്ഞാനത്തിന് അവിടെ പ്രസക്തിയില്ല എന്നാണ് അർത്ഥം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരു ആദിമഹസ് മാത്രമാകും. ആ ജ്ഞാനപ്രകാശം മാത്രം, അറിയാനൊന്നുപോലും അന്യമായിട്ടില്ല, അറിയണ ആള് വേറെയില്ല. ആ ഒരു അദ്വൈത അവസ്ഥയിൽ ജ്ഞാനവർജിതം എന്ന് വിശേഷിപ്പിക്കണം. പക്ഷേ അത് അജ്ഞാനാവസ്ഥയിലും ജ്ഞാനവർജിതം എന്ന പ്രയോഗം സാധുവാകുന്നല്ലോ. അതുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി അടുത്ത പ്രയോഗത്തിൽ ജ്ഞാനവർജിത അജ്ഞാനഹീനചിത്, അജ്ഞാനഹീനവുമാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയുള്ള ചിത്ത്, ജ്ഞപ്തി സ്വരൂപം. ജ്ഞാനവർജിതാജ്ഞാനഹീനചിത് ജ്ഞാനമസ്തി കിം ജ്ഞാതുമന്തരം. ജ്ഞാതുവിൽ നിന്ന്, അറിയുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊരു അറിവാണുള്ളത് എന്ന് ചോദിക്കുന്നു. അറിയുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയാനൊന്നുമില്ല, അറിവുമില്ല. അറിയുന്ന ആള് തന്നെ ആത്മാവ്, ആ ആത്മാവ് തന്നെ അറിവ്. കിം സ്വരൂപമേത്യാത്മദർശനേ, ആത്മാവിനെ അറിയൂ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ അറിയുക, അതിന്റെ സ്വരൂപം എന്താണ്? കിം സ്വരൂപമേത്യാത്മദർശനേ അവ്യയാഭവ പൂർണ്ണചിത്സുഖം. അതിനെക്കുറിച്ച് വർണ്ണിക്കുക സാധ്യമല്ല. അത് അഴിവില്ലാത്ത അവ്യയമായ അഖണ്ഡമായ അനുഭൂതിയാകുന്നു. ആ പൂർണ്ണചിത്സുഖം അനന്തമായ ആനന്ദമാകുന്നു.
എന്ന് ഭഗവാൻ രമണ മഹർഷിയും അവിടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്രകാരം അന്വേഷണത്തിൽ ആത്മോപദേശ ശതകം 98 വരെയുള്ള ശ്ലോകങ്ങൾ പരിചയപ്പെട്ടവരെന്നുള്ള നിലയ്ക്ക് ആലോചിക്കുമ്പോൾ നാം മനനം ചെയ്ത് അറിയുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നല്ല അറിവ്, അറിയണ ആള് തന്നെ അറിവ്, അയാൾക്ക് അന്യമായി അറിയാനൊന്നുമില്ല എന്ന് ധ്യാനിച്ചോളണം. ആ ഒരു നിഷ്ഠയിൽ നിന്നുകൊണ്ട് അപ്പോഴും വൈവിധ്യം കാണും. ആ വൈവിധ്യത്തിന് അസ്തിത്വം നൽകി അനുഗ്രഹിക്കുന്ന തത്വജ്ഞാനാണ്, അതിനെ പ്രകാശിപ്പിക്കുന്ന തത്വജ്ഞാനാണ്, അതിനെ അറിയുന്ന തത്വവും ഞാനാണ് എന്ന് ധ്യാന നിമഗ്നരാവാൻ നമുക്ക് സാധിക്കട്ടെ. യച്ഛേദ് വാങ് മനസി പ്രാജ്ഞ തത് യച്ഛേദ് ജ്ഞാനാത്മനി ജ്ഞാന ആത്മനി മഹതി നിയച്ഛേദ് തത് യച്ഛേദ് ശാന്ത ആത്മനി എന്ന് കഠോപനിഷത്തിൽ കണ്ണ് തുറന്ന് ലോകവൈവിധ്യങ്ങളെ കാണുമ്പോൾ തന്നെ ഉപരമിക്കാനുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. ഓരോന്നിനെയും അറിയുന്നതാര് എന്ന ദൃക്സ്വരൂപനെ അന്വേഷിച്ച് ആ തത്വത്തിൽ നിന്ന് അന്യമായി അറിയാനൊന്നുമില്ലല്ലോ എന്ന നിലയിലുള്ള ഒരു വിചിന്തന വിലയനം, അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. അതിന് കരുണാമയനായ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസ്സുകൾ വീണ്ടും വീണ്ടും പഠിതാക്കളിൽ വർഷിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിപുലമായ ഗ്രന്ഥ പഠനങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്ന ഏവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു. ഹരി ഓം.